തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രീഡം പ്രയറിന്റെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രകാരം ഒരു ശുശ്രൂഷയിലൂടെ ഈ ചിന്തകൾ നൽകി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിലൂടെ അവരുടെ ആത്മരക്ഷയും നമ്മുടെ തന്നെ വിശുദ്ധീകരണവും നമ്മുടെ തന്നെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനും എല്ലാം കാരണമാക്കി തീർക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്വർഗത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഓരോ വിഷയവും വലിയൊരു കടൽ പോലെ വിശാലമായ വിഷയങ്ങളാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അറ്റത്തിരുന്ന് ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തയ്ക്കും ധ്യാനത്തിനും ഇക്കാര്യങ്ങൾ വിഷയമായി മാറണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ട് ഈ അറിവിൽ നമ്മൾ കൂടുതൽ വളരണം, വിശ്വാസത്തെ ഉറപ്പിക്കണം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് കൃത്യമായി ഓർക്കാം. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ നരകം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നരകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയാനകമായ ഒരവസ്ഥയാണ് നരകത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് വരിക. കാരണം ഈശോ തന്നെ പറഞ്ഞു, കെടാത്ത തീയും ചാകാത്ത പുഴുവും കരച്ചിലും പല്ലുകടിയും ഒക്കെ നിറഞ്ഞ ഭീകരമായ ഒരു സ്ഥലമാണ് ഈ നരകം എന്ന് ഈശോ തന്നെ തന്റെ വാക്കുകളാൽ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നരകം നമ്മിൽ ഭയമുളവാക്കുന്നു. നരകത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത് അത് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ്. തിന്മ ചെയ്തവരെ നരകത്തിലിട്ട് ദൈവം ശിക്ഷിക്കും. പക്ഷേ അത് സത്യമാണോ? സ്നേഹമായ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നരകം ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണോ? നമ്മളെ ശിക്ഷിക്കാൻ ദൈവം ഒരുക്കിയതാണോ? ഒരിക്കലുമല്ല. നരകത്തെക്കുറിച്ച് പറയുന്നത് അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലം എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വേണ്ടിയുള്ളതല്ല. അത് സാത്താന് വേണ്ടിയുള്ള സ്ഥലമാണ്. അതും ദൈവം കൊടുത്തതല്ല, സാത്താൻ സ്വയം ഉണ്ടാക്കിയതാണ്. ദൈവത്തെ നിഷേധിക്കുക വഴി, പ്രകാശമായ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക വഴി, അന്ധകാരത്തെ സ്നേഹിച്ച് അന്ധകാരത്തിന്റെ സാമ്രാജ്യമാക്കി അതിനെ മാറ്റി സാത്താൻ അതിൽ വാഴുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നരകം ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരുക്കിയ സ്ഥലമാണെന്നും പാപം ചെയ്ത് അല്ലെ ദൈവത്തിൽ നടന്നു കഴിഞ്ഞവരെ ദൈവം നരകത്തിലേക്ക് തള്ളിയിടുമെന്നും ഒക്കെയുള്ള സങ്കല്പങ്ങൾ തെറ്റായ സങ്കല്പമാണ്. സ്നേഹമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ നമുക്ക് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറ്റു മതങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ബൈബിളിലെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരു കാരണവശാലും നരകമുണ്ടാക്കി അതിൽ നമ്മളെ എറിഞ്ഞ് നശിപ്പിക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുമോ? മനുഷ്യമക്കൾ നരകത്തിൽ പോകുമോ? ബൈബിളിൽ നമ്മൾ കാണുന്നത് പോകുമെന്ന് തന്നെയാണ്. കാരണം അന്ത്യവിധിയെക്കുറിച്ച് ഈശോ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് അവസാന വിധി എന്ന ഹെഡിങ്ങിന് താഴെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അങ്ങനെ നന്മയുടെ കുറേ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവരുടെയും നാശത്തിലേക്കും പോകും എന്ന് ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ആ വ്യക്തി ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പോൾ നന്മ ചെയ്ത് വിശുദ്ധിയിൽ ദൈവത്തോടൊപ്പം ദൈവിക സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചുവെങ്കിൽ നമ്മൾ നിത്യതയിലേക്ക്, ദൈവത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായും കടന്നു ചെല്ലും. എന്നാൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ദൈവത്തെ മറന്ന് മനഃപൂർവ്വം ദൈവത്തെ ധിക്കരിച്ച് ഒരു അനുതാപവും ഇല്ലാതെ ആണ് ജീവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആത്മാക്കൾ, അങ്ങനെയുള്ള വ്യക്തി സാത്താന് വിധേയപ്പെട്ടാണ് ജീവിച്ചത്, സാത്താനെ അനുസരിച്ചാണ് ജീവിച്ചത്, സാത്താനെ ആരാധിച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്നേഹം വർദ്ധിച്ചിട്ടാണല്ലോ ആരാധന. ദൈവത്തെ സ്നേഹമില്ലാത്തവൻ സത്യത്തിൽ തിന്മയെ
അശുദ്ധിയെ, മ്ലേച്ഛതയെ, അങ്ങനെ ഈ ലോക വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുകയാണ്, ദൈവത്തെക്കാൾ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് ആരാധനയായിട്ട് മാറുകയാണ്. പിശാചിനെ, അവന്റെ ആഡംബരങ്ങളെയും അതിന്റെ തിന്മകളെയും ആരാധിച്ചവർ പിശാചിനോട് ചേർക്കപ്പെടുകയാണ്. അത് വേദനയോടെ ദൈവം നോക്കി നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഒരു ആത്മാവ് പോലും നാശത്തിൽ പോകുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:14 നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ദൈവം ഒരു മനുഷ്യ വ്യക്തി പോലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തവനാണ്. ഏത് വിധേനയും ഒരു മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിന്റെ തെളിവാണ് ലോകത്ത് നിന്ന് നടക്കുന്ന ശുശ്രൂഷകള്. അതിന്റെ തെളിവാണ് സഭയുടെ പ്രവർത്തനങ്ങൾ. ധാരാളം വൈദികരും സമർപ്പിതരും ആത്മായ ശുശ്രൂഷകരും ഒക്കെ തങ്ങളുടെ ജീവിതവും സമയവും ആരോഗ്യവും ഒക്കെ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് തയ്യാറായി ഇറങ്ങിപ്പുറപ്പെടുന്നതും പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ഇന്ന് ഈ ലോകത്ത് മനുഷ്യ മക്കൾക്കായി ദൈവിക ശുശ്രൂഷകൾ നടക്കുന്നതിന്റെയും കാരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന് മനുഷ്യ മക്കളോടുള്ള കരുതലിന്റെ ഫലമാണ്. എങ്ങനെയെങ്കിലും ദൈവത്തിലേക്ക് ഓരോ മനുഷ്യ വ്യക്തിയും അടുക്കാനായിട്ടുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലാണ് സത്യത്തില് ഇത്തരം ശുശ്രൂഷകളെല്ലാം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മർക്കോസ് 8:36. ലോകം മുഴുവനും നേടി, പക്ഷേ ദൈവത്തെ നേടിയില്ല, പുണ്യങ്ങൾ നേടിയില്ല, നന്മ ചെയ്തില്ല, ദൈവത്തെ സ്നേഹിച്ചില്ല. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് എന്തു പ്രയോജനം എന്നാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. ദൈവം നിശ്ചയിച്ചത് പ്രകാരമുള്ള ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ ഒരു വിചാരണയുണ്ട്, ഒരു വിധിയുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് ആ വിധി പ്രകാരം നമ്മൾ ചെയ്ത നന്മകളുടെ അളവ് വെച്ചാണ് അവിടെ നമ്മൾ വിധിക്കപ്പെടുന്നത്. എന്നാൽ തിന്മകളുടെ അളവാണ് കൂടുതലെങ്കിൽ സാത്താൻ നമ്മൾ ചെയ്ത തിന്മയുടെ ലിസ്റ്റുമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കും. അവിടെ വിധി നമുക്കെതിരാകുന്നത് നമ്മൾ ചെയ്ത തിന്മകളുടെ അളവ് കൂടുതലാകുമ്പോഴാണ്. നമ്മൾ ചെയ്ത ഒരു തിന്മയും ഒരു പാപവും ദൈവം എഴുതിവെക്കുന്നില്ല, ദൈവം ഓർമ്മയിൽ സൂക്ഷിക്കുന്നില്ല. ദൈവം സൂക്ഷിക്കുന്നത് മുഴുവനും നന്മയുടെ കണക്കാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതിന്റെ കണക്കുകളാണ്. കാരണം ദൈവത്തിന് തിന്മ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം കംപ്ലീറ്റ് സ്നേഹമാണ്, ഫുൾ ഓഫ് ലവ്. അങ്ങനെ സ്നേഹമായ ദൈവത്തിന് നമ്മുടെ സ്നേഹരഹിതമായ പ്രവൃത്തികൾ, പാപമംഗലമായ പ്രവൃത്തികളെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ സൂക്ഷിക്കുന്ന ഒരാളുണ്ട്, അത് സാത്താനാണ്, തിന്മയുടെ ശക്തിയാണ്. അവൻ ഓരോ തെറ്റും, ചെറുതും വലുതുമായ ഓരോ തെറ്റും, നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ജീവിച്ച കാലത്ത് ചെയ്ത ഓരോ തെറ്റും എഴുതി സൂക്ഷിക്കുകയും അവസാനം നമ്മളുടെ ആത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടി ആ തെറ്റുകൾ വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി ന്യായവാദം നടത്തും എന്ന സത്യം നമ്മൾ ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ, അപ്രകാരം ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ഒരാത്മാവ് നരകത്തിലേക്ക് പോകുന്നത് എന്ന് സത്യം ഓർക്കുക. അതുകൊണ്ട് നരകം ഒരിക്കലും ദൈവം മനുഷ്യനെ ശിക്ഷിക്കാനൊരുക്കിയ സ്ഥലമല്ല, സാത്താന്റെ സാമ്രാജ്യമാണ്. അതിലേക്ക് മനുഷ്യ മക്കളെ കൊണ്ടുപോകാനായിട്ട് സാത്താൻ എല്ലാ സമയവും പ്രവർത്തന നിരതനാണ്. വ്യത്യസ്തമായ പ്രലോഭനങ്ങളിലൂടെ, ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളിലൂടെ മനുഷ്യ ആത്മാവിനെ അശുദ്ധമാക്കി അവന്റെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവും പ്രവർത്തന നിരതമാണ്. സഭയിലൂടെ, കൂദാശകളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ, വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ എല്ലാ സമയത്തും ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ജാഗ്രതയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവും ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആത്മീയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് എല്ലാ മനുഷ്യരെയും തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന യുദ്ധവും, നരകത്തിലേക്ക് ആത്മാക്കളെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ആത്മാക്കളും തമ്മിലുള്ള യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അതുകൊണ്ട് എന്റെ പ്രിയ ദൈവജനമേ, ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവാത്മാവിനാൽ പ്രേരിതരായി
സ്വർഗത്തിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ തിന്മയുടെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് നമ്മൾ വീണ് കിടക്കുകയാണോ? അവന്റെ പാതയിലാണോ, ദൈവത്തിന്റെ പാതയിലാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പരിപൂർണമായി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കാൻ, അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടൊപ്പം മരണം വഴി നമ്മളിത് വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളോടൊപ്പം സ്വർഗത്തിൽ കഴിയുന്ന നമ്മുടെ പൂർവികരോടൊപ്പം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ആ സ്വർഗത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിൽ ഈ ലോക ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി പറയുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധപിതാവിനോടൊപ്പം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും പൈശാചിക സ്വാധീനങ്ങൾ ഞങ്ങളെ വിട്ടുപോകുവാൻ, സാത്താന്റെ കോട്ടകൾ തകരുവാൻ, പൈശാചിക കെട്ടുകൾ അഴിയുവാൻ, തിന്മയുടെ ബന്ധനങ്ങൾ അഴിയുവാൻ ആഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആരാധിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.